2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ പ്രവചനങ്ങളാണ് ഞാനിവിടെ നടത്തുന്നത്. അതായത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് സകലതിനും എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാലും നടക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത് മാറി കാര്യങ്ങളെല്ലാം വേഗം സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് നേരായ മാർഗങ്ങളിൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ മൈനിങ്ങിലുള്ളവർക്ക്, അതായത് ഖനന മേഖലയിൽ, ഏത് തരം ഖനന മേഖലയിൽ ഉള്ളവർക്കായിരുന്നാലും വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതുപോലെ ബന്ധുക്കൾക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അതും മാത്രവുമല്ല, കുടുംബത്തിന് നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. വിശേഷിച്ചും മാടുകളെ ലാഭം, പിന്നെ അതുപോലെ ക്ഷീര കർഷകർക്കും വളരെയധികം ലാഭമുള്ള ഒരു സമയമാണ്. ചിലർക്ക് വീട് വാങ്ങാനായിട്ട് ഒരു യോഗം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പുതിയ വീട് നിർമ്മിച്ച് അതിൽ വസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഈശ്വരാധീന കുറവ്, അതായത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൃപാകടാക്ഷങ്ങൾ ലഭ്യമാകാതിരുന്നത് ഈ മാസം ലഭ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അതങ്ങനെയാണ്. ഈ മാസം രോഗങ്ങളും അരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നത് മാറി അവർക്ക് ഒരു നല്ല ഒരു സുഖം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ പല രീതിയിലെ പാഴ്ചെലവുകളും നഷ്ടങ്ങളും ഉണ്ടായിരുന്നത് അവർക്ക് കണ്ടുപിടിച്ച് മാറ്റാൻ സാധിക്കുന്നു. അതിൽ നിന്ന് തന്നെ ധാരാളം ലാഭം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഉറ്റ ബന്ധുവിന്റെ വിരഹം മൂലം അനുഭവിക്കേണ്ടി വന്ന കുറെ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടുന്നു. കടം ഉള്ളവർക്ക്, ധാരാളം കടമുള്ളവർക്കായിരുന്നാലും ചെറിയ കടമുള്ളവർക്കായിരുന്നാലും കുറച്ചെങ്കിലും വീട്ടിൽ തീർക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ക്രമേണ ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശത്രുക്കളെയും അസൂയാലുക്കളെയും അവരൊക്കെ നിങ്ങളുടെ ഉപദ്രവിക്കുന്നത് കുറച്ച് കുറയ്ക്കുന്നു. ചിലർക്ക് അധികാരമുള്ള പദവിയുള്ള ജോലികൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ പൊതുപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾക്ക് നാടിനു വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കൂടുതലും അവർക്ക് ഒരു വാഹന അപകടമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ അസുഖങ്ങൾ വരാം എന്നുള്ളത് മാത്രം. കഫത്തിന്റെ ഉപദ്രവം പോലുള്ള വരുന്നതിന്, അതായത് ശ്വാസമുട്ടലോ അങ്ങനെയൊക്കെ ഉള്ളവ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവരെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു മുതിർന്ന ഒരു ബന്ധുവിന്റെ വിയോഗം ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാം. പിന്നെ മാത്രമല്ല, അഗ്നിയിൽ നിന്നും ഈ കുട്ടിയെ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു നല്ല രീതിയിൽ പൊള്ളലേൽക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില ഐശ്വര്യങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്രമേണ ധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനും അല്ലെങ്കിൽ ലഭിക്കുന്നതിനും ഒരു യോഗമുണ്ട്. അതുപോലെ മോഷ്ടാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിലപിടിപ്പുള്ള പല വസ്തുവകകളും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഒരു സാധ്യതയുണ്ട്. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം ചതി, വഞ്ചന എന്നിവ മൂലം കുറച്ച് കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ വരാം. കുടുംബത്തിനാണ് അതിനാൽ മേലധികാരികൾക്ക് നിങ്ങളോട് കോപം വരുന്ന ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത്. ഈ സമയം കേസും വഴക്കും ഒന്നിനും നിങ്ങൾ പോകാതിരിക്കുന്ന നല്ലത്. അത് വളരെയധികം ദോഷം ചെയ്യും. സമയം അത്ര നല്ലതല്ല. ശത്രുശല്യം ഉണ്ടാകാം. എന്നാലും വിദ്യാഭ്യാസത്തിന് ഈ കുട്ടിക്ക് ഒരു തടസ്സവും കാണുന്നില്ല. മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. തുടർ വിദ്യാഭ്യാസത്തിന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയം അന്യ വീട്ടിലല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. അന്യദേശവാസം കൊണ്ട് ധനലാഭം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ധനലാഭം വരുന്നത് സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള വിഷയം പഠിക്കുവാനായിട്ട് ഈ കുട്ടിക്ക് സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഇവിടെ വരാൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥർക്ക് ആവശ്യത്തിനുള്ള ഒരു ബഹുമതി നിങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഉദ്യോഗസ്ഥർ എങ്ങനെയുള്ളതും ആകട്ടെ. ധനലാഭം വരുമെങ്കിലും ചിലവും കൂടുതലായി ഇരിക്കാം. അതുകൊണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കം ഇവിടെ നല്ലതാകുന്നു. 19 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചില അംഗീകാരങ്ങൾ
ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. എന്തായാലും നല്ല തൊഴിൽ ലഭിക്കുന്ന ഒരു കാലമാണ്. വ്യാപാരം ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു കാലഘട്ടമാണ്. പുതിയ വാഹനം വാങ്ങാനും വീട് വാങ്ങാനൊക്കെ സാധിക്കുന്നു. തൊഴിൽ വളരെയധികം ഉന്നതിയിൽ എത്തിച്ചേരാനും സാധിക്കുന്നു. അത് ശ്രമിക്കണം. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. ചിലർക്ക് മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോയി തൊഴിൽ തേടുന്നതിനും അവിടെ തൊഴിൽ ലഭിക്കുന്നതിനും അവിടെ സ്ഥിരതാമസമാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നില്ല. മുതിർന്ന ബന്ധുക്കൾക്ക് വിയോഗം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചില സമയം ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അസൂയാലുക്കളും ശത്രുക്കളും അധികം ശല്യം ചെയ്യാൻ വരുന്നില്ല. അതിന്റെ സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. 39 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുന്ദരമായ കാലമല്ല. ചിലർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചില ദമ്പതിമാർ തമ്മിൽ പിണങ്ങി പിരിയാനുള്ള സാധ്യത കാണുന്നു. കഴിയുന്നതും വഴക്കുകൾ ഒഴിവാക്കിയിരുന്നാൽ ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. കേസുകൾക്ക് വിജയസാധ്യത കുറവാണ് ഈ സമയം. കൃഷിക്കാർക്ക് കാലം അത്ര ഒരു നല്ലതാകുന്നില്ല. വീട് നിർമ്മിക്കുവാനും വാഹനം വാങ്ങുന്നതിനും ഇവിടെ ഒരു യോഗം കാണുന്നുണ്ട്. അലർജി, നീരിളക്കം, ചുമ, വായു, കോപം, ജ്വരം എന്നിവ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വനമേഖലയിൽ ഗവേഷണം നടത്തുന്ന കാര്യങ്ങൾക്കായി അവര് വനത്തിൽ പോയി അതുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് പോയി താമസിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ദമ്പതിമാരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മധ്യസ്ഥത വഴി പരിഹരിച്ചു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അവർക്ക് സ്ഥാനചലനം വരുന്നതിന്, ട്രാൻസ്ഫർ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഒരുവിധം കാലം അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടമാണ്. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു. എന്തു തന്നെ ആയാലും തൊഴിലിൽ ഒരു നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് വീണ്ടും വിവാഹം നടക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. പ്രതാപം, ഐശ്വര്യം, പദവി, ആഡംബര ജീവിതം എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. വാഹനം, വീട് ഉണ്ടാകുന്നു. കുടുംബ സ്വത്ത് ലഭിക്കുവാൻ ഒരു യോഗം കാണുന്നു. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. വ്യാപാരത്തിൽ നിന്നും കൃഷിയിൽ നിന്നും വലിയ ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വീടും ജോലിസ്ഥലവും ഒത്തുചേർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില രോഗങ്ങൾ വന്നുപെടാൻ സാധ്യതയുണ്ട്. കാരണം ജ്വരം, പനി മുതലായവ വാതരോഗങ്ങളൊക്കെ വരാനൊരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. 55 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നേട്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികം ഉണ്ടാകുന്നു. അവയവത്തിന് ഒരു സർജറി വേണ്ടി വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. കേസുകൾ ഉണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ടൈഫോയിഡ് പോലുള്ള പനികൾ ഉണ്ടാകാം. ബന്ധുക്കളുടെ സഹായം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. ബന്ധുക്കളുടെ സഹകരണങ്ങൾ ലഭിക്കുന്നു. അതുപോലെ മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു. ശരീരത്തിൽ മുറിവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ധനനാശം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ വളരെ ഉത്തമമായ നിക്ഷേപ പദ്ധതികൾ മാത്രം നിക്ഷേപിക്കുക. അതുപോലെ വാഹനം വാങ്ങാൻ ഒരു യോഗം ഇവിടെ കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ അകന്നു താമസിക്കാൻ ഒരു സാധ്യതയുണ്ട്. ശത്രുക്കൾ ഇവിടെ അക്രമങ്ങൾ നടത്താൻ ഒരു സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതാണ്. ചെറിയ അസുഖമുണ്ടായാലും ഉടൻ ഒരു വൈദ്യ പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ചില സമയം രോഗം ഗുരുതരമാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർ വിദേശത്ത് പോയി താമസമാകാനും അവിടെ വ്യാപാരം ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. 62 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. മോശമായ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ചേർന്നതുകൊണ്ടാണ് അവർക്ക് നിക്ഷേപങ്ങളൊന്നും തിരിച്ചു കിട്ടാതെ വന്നത്. ബുദ്ധിശൂന്യമായി എന്നവർക്ക് തോന്നാം. പലതിനോടും അവർക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കാലഘട്ടമാണ്. അന്യദേശ വാസം ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം. ഉത്തമ വാഹനം ഇവർക്ക് ഇവിടെയും വാങ്ങുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃഷി ഭൂമി ലഭിക്കുന്നതിന് അവർക്ക് വേണമെങ്കിൽ കൃഷിഭൂമി വാങ്ങുന്നതിനും അല്ലെങ്കിൽ കേസോറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തം വ്യാപാര മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കഴിയുന്നതും സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്.
വിഷവസ്തുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 80 വയസ്സിന് മുകളിലോട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് ശരിയായ നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ധനസമൃദ്ധി വരുന്ന ഒരു സമയമാണ്. അതുപോലെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാം. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ആദിത്യ ഗുരു ഗുളിക യോഗം വരുന്നതിനാല് ഗുളികന്റെ സാന്നിധ്യം കൊണ്ട് എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സം വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് ആദ്യമാണ് തടസ്സം വരുന്നത്. ചിലർക്ക് വലിയ തടസ്സങ്ങൾ വന്നേക്കാം. എന്നാൽ അതിലൂടെ വൻ വിജയം നേടാനും സാധ്യതയുണ്ട്. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് വളരെയധികം കുറച്ചിട്ട് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതുവഴി പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു. അതുപോലെ ചിലർക്കാണെങ്കിൽ ശക്തമായ രാജയോഗം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുവഴി അവർക്ക് ധനവും പ്രശസ്തിയും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ചിലർക്ക് ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും കൂടി നേടിത്തരുന്ന ഒരു യോഗവും കൂടിയാണിത്. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനത്തിൽപ്പെട്ട് അപൂർവം ചിലർ ഉഴലുന്നത് മൂലം അവർക്ക് ചില സമയങ്ങളിൽ അഹങ്കാരം വരുന്നതിനും ഈ സമയം അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകുന്നതിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശുക്രകേതു യോഗം വരുന്നതിനാല് സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തയിലും താല്പര്യം വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബന്ധങ്ങളില് വിള്ളലുകൾ ഉണ്ടാകാം. അത് വ്യാപാര വ്യാപാര ശൃംഖലയിലായിരുന്നാലും അതല്ല ഇനി പിന്നെ ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും പ്രേമത്തിലായിരുന്നാലും അതിൽ ചിലര് അകന്നു പോകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ മാനസികമായി ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. ആഡംബര ജീവിതം വേണമെന്ന ആഗ്രഹവും അത് വേണ്ട തത്വചിന്തയിലും ആത്മീയതയിലും പോകണമെന്ന ഒരു ചിന്ത വേറൊരു വരുന്നതിനാൽ അവർക്ക് ആകെ ഒരു മനസ്സിന് ആശയക്കുഴപ്പം വരുന്നു. ഇത് മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നതിന് സാധ്യമാകുന്നു. ധനപരമായി ഒരു ചാഞ്ചാട്ടം വരുന്നതിനും ഈ യോഗത്തിന് കഴിവുണ്ട്. അതായത് പണം വന്നു ചേരും ധാരാളം, എങ്കിലും അത് പാഴ്ചെലവായി പോകുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ളവർക്കും അതുപോലെ കലാകാരന്മാർക്കും അതുപോലെ സാഹിത്യകാരന്മാർ എല്ലാവർക്കും നല്ല അഭിനയിക്കുന്നവർക്കെല്ലാം നല്ലൊരു സമയമാണ്. അവർക്ക് ജീവിതത്തിൽ നല്ലൊരു സമയമാണിത് ഈ യോഗം കൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ ചന്ദ്ര രാഹു യോഗം വരുന്നതിനാൽ ഈ യോഗത്തിന് ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അതുപോലെ തന്നെ മനസ്സിനെയും വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ് ഈ ഗ്രഹണ യോഗം എന്ന അശുഭയോഗം. മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് അത് കൂടാം. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ പോലുള്ള മനോവിചാരമുള്ളവർക്കാണെങ്കിൽ അത് കൂടുന്നതിന് ചിലർക്ക് സാധ്യതയുണ്ട്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയാതെ വരാം. അതുപോലെ തന്നെ സംശയ ഒരു സ്വഭാവം വരുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക്. അവര് ചുറ്റുപാടുമുള്ള ആളുകളെയും അതുപോലെ സാഹചര്യങ്ങളെയൊക്കെ ഏതു നേരവും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. ഉറക്കക്കുറവുണ്ടാവാം. അതുപോലെ തന്നെ വിഷാദം ഇത് രോഗം വരുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ദേഷ്യം കോപം കൂടുന്നതിന് സാധ്യതയുണ്ട്. ഞാനിവിടെ ഈ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.